മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ലെനിക്ക്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ആശംസിക്കുകയാണ്. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. യഹോവ എൻ്റെ ഓഹരി എന്നും എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവരിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ഇവിടെ യിരെമ്യാവ് ദൈവത്തോട് തന്റെ ബന്ധം പറയുകയാണ്. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. യിരെമ്യാവ് തന്റെ ഉള്ളത്തിലേക്ക്, ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഇതാണ്: യഹോവ എൻ്റെ ഓഹരി. ദൈവമാണ് എൻ്റെ ഓഹരി. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. എൻ്റെ പ്രത്യാശ അവനാണ്, എൻ്റെ ഓഹരി അവനാണ്, എൻ്റെ പ്രത്യാശ അവനാണ്. എന്തുകൊണ്ടാണ് യിരെമ്യാവ് ഇതൊക്കെ പറയുവാൻ ഇടയായത്? യിരെമ്യാവ് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ഈ വിലാപങ്ങളുടെ ആദ്യം മുതൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ യിരെമ്യാവ് തന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത്: അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടു പോന്നിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ യിരെമ്യാവ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, പ്രതിസന്ധികളുടെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ യിരെമ്യാവ് യഹോവയിലേക്ക് നോക്കി പറയുകയാണ്: യഹോവ എൻ്റെ ഓഹരിയാണ്. ദൈവത്തെക്കുറിച്ച് യിരെമ്യാവ് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഓഹരി ദൈവത്തിലാണ്. നാം 16-ാം സംഘത്തിൽ വായിക്കുന്നുണ്ട്: എനിക്ക് നല്ല അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതിലെ നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാണ് എന്ന് പറയുന്നത് നമുക്ക് അയക്കുന്നുണ്ട്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ ഓഹരിയും അവന്റെ അവകാശവും അവന്റെ പ്രത്യാശയും ദൈവമാണ്, യഹോവയാണ്. ഇവിടെ എങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ചാണ് യിരെമ്യാവ് പറയുന്നതെന്ന് 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാവുന്നു. നാം മുടിഞ്ഞു പോകാതെ വിധം നമ്മോട് ദയ കാണിക്കുന്ന ഒരു ദൈവം, എത്ര നല്ലവനായൊരു ദൈവമാണ്. ഇവിടെ ഇസ്രായേലിനോട് പറയുന്നത് തന്നെയാണ് ഇന്ന് നമ്മോടും പറയുവാനുള്ളത്. പ്രതിസന്ധികളുടെ ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് നാം ചിന്തിക്കണം. എന്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്: അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊക്കെ തോന്നും അവന് കണ്ണു തോന്നും. പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും അവൻ മഹാദയുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാദയക്കൊക്കെ നമ്മോട് കണ്ണു തോന്നും. കണ്ണു തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വന്യതായ ന്യായവിധി നമ്മളിന്ന് മാറ്റുന്നതിനെയാണ്, ശിക്ഷാവിധി നമ്മൾ മാറ്റുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത്. അവിടെ ദയ എന്ന് പറയുന്നത്, അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു, നാം പൊടിയെന്ന് ഓർക്കുന്നു. അവിടുത്തെ ദയ ആകാശത്തിനും ഭൂമിക്കും മീതെയാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. അത്ര ഉന്നതമായ ഒരു ദയ, മാറ്റമില്ലാത്ത ദയ, മഹാദയ നമ്മോട് കാണിക്കുന്ന ദൈവം. മാത്രമല്ല, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവന്റെ കരുണയ്ക്ക് ലോകത്തുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ വഴികളും അടയുമ്പോഴും ഇവിടെ യിരെമ്യാവ് പറയുകയാണ്, അവന്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നതല്ല. മാത്രമല്ല, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അത് രാവിലെ തോറും പുതിയത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ കരുണ, ഇന്നലത്തെ കരുണയല്ല, പുതിയ കരുണ.
പുതുക്കം പ്രാപിക്കുന്ന കരുണ, പുതിയ കരുണ നമ്മോട് കാണിക്കുന്ന ഒരു കർത്താവ്. പുതിയതാണ്, മാറിപ്പോകാത്തതാണ്, നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവന്റെ അടുത്തേക്ക് വരാം. മാത്രമല്ല, അവൻ നല്ലവനാണ്. നമ്മൾ വായിച്ച 25-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും നല്ലവൻ, നല്ലവനായ ഒരു ദൈവം. ആ ദൈവമാണ് യെരമ്യാവ് പറയുന്നത് എന്റെ ഓഹരിയാണ്. എന്നാൽ അവൻ ദുഃഖിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? അവൻ മനസ്സോടെയല്ല മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്, വ്യസനിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ദുഃഖവും വ്യസനവും ഉണ്ടാകുന്നത്? ഇവിടെ ഇസ്രായേലിന് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ പരാജയത്തിന്റെ കാരണം അവരുടെ പാപമാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ ജീവനുള്ളതെന്ന് നെടുവേർപ്പെടുന്നത് എന്ത്? ഓരോരുത്തൻ താന്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുറവുകളെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ ആത്മീയ മന്ദതയെ, നമ്മുടെ ആത്മീയ ഉത്സാഹമില്ലായ്മയെ കുറിച്ചൊക്കെ ഓർത്ത് നെടുവേർപ്പെടുവാനിടയായി തീരണം, അതോർത്ത് അനുദപിക്കുവാനിടയായി തീരണം. മാത്രമല്ല, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 40-ാം വാക്യത്തിൽ, നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്യുക, കോവിഡ് അടുത്തേക്ക് തിരിയുക, നമ്മുടെ നടപ്പിനെ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ കുറവുകളെ കണ്ടെത്തുക, നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കുക, നമ്മുടെ തെറ്റുകളെ കണ്ടെത്തി ദൈവത്തിലേക്ക് അടുത്തു വരിക, പാപങ്ങളെ ഏറ്റുപറയുക, യഥാസ്ഥാനപ്പെടുക, അവൾ തന്നെ കാത്തിരിക്കുവാനിടയാകുക, തന്നെ അന്വേഷിക്കുവാനിടയാകുക. ഇതിന്റെ 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നതാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ കുറവുകളെ കണ്ട്, കുറ്റങ്ങളെ കണ്ട് ഉണർന്ന് ദൈവത്തിലേക്ക് അടുത്തു വരുമെങ്കിൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, അവൻ പറയും നമ്മോട് ഭയപ്പെടേണ്ട എന്ന് പറയും. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളാണെങ്കിലും, എന്തെല്ലാം വൈതന്യങ്ങളാണെങ്കിലും അവൻ പറയും ഭയപ്പെടേണ്ട എന്ന്. എന്നാൽ നാം അടുത്തിടുന്നില്ലെങ്കിലോ, നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നില്ലെങ്കിലോ, ഇവിടെ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നു. നീ അവരെ കോപത്തോടെ പിന്തുടർന്ന് യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, പാപത്തെ ഓർത്ത് അനുദപിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട്. ഇസ്രായേൽ ജനം, യെരൂശലേം, യഹൂദിയ ശൂന്യമായി കിടക്കുകയാണ്. ദൈവത്തിന്ന് അകന്നുപോയത് മൊത്തം, ദൈവത്തോട് അടുത്തു വരുവാനുള്ള പ്രവാചകന്മാരുടെ ആഹ്വാനങ്ങളെ അവഗണിച്ചു പോയ ആ ജനത്തിന് പരാജയം സംഭവിച്ചു. നമുക്ക് സംഭവിക്കാതിരിപ്പാൻ, നമ്മുടെ നടപ്പ് ആരായുവാൻ, ശോധന ചെയ്യുവാൻ, യഹോവയുടെ അടുത്തേക്ക് തിരിയുവാൻ, നല്ലവനായ സ്നേഹവാനായ കരുണയുള്ള ദൈവമായിട്ട് തിരിഞ്ഞ്, ഇവിടെ യെരമ്യാവ് പറയുന്ന പോലെ, യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ള പറയുവാൻ ഇടയായി തീരട്ടെ. ഈ ലോകത്തിലുള്ള ഓഹരിയും ഈ ലോകത്തിലെ അവകാശമെല്ലാം മാറിപ്പോകും. എന്നാൽ യഹോവ എന്റെ ഓഹരി എന്ന് പറയുവാൻ ഇടയാകട്ടെ. അവനിൽ പ്രത്യാശ വയ്ക്കാം, അവനെ അന്വേഷിക്കാം, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം. അവൻ നല്ലവനാണ്. കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവിടുത്തെ ദയ തീർന്നു പോയിട്ടില്ല, അവിടുത്തെ കരുണ പുതിയതാണ്.